വിദേശ സംഭാവന വിനിമയവുമായി കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന പുതിയ നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ്. സുതാര്യതയുടെ ലേബലിൽ അങ്ങേയറ്റം ദുരൂഹമെന്ന് തോന്നിക്കുന്നതും ഭയപ്പെടുന്നതുമായ നിയമ ഭേദഗതിയുടെ മറവിൽ ക്രൈസ്തവ സഭകൾ പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടു പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും മറ്റ് സന്നദ്ധ സ്ഥാപനങ്ങളും പ്രസ്തുത നിയമത്തിന്റെ പിൻബലത്തിൽ പിടിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളായി നടക്കുന്നതെന്ന സന്ദേഹം ഉയർന്നു കഴിഞ്ഞു. പുതിയ വിദേശ സംഭാവന വിനിമയ ബില്ലിൽ ഭയപ്പെടുത്തുന്ന വ്യവസ്ഥകളാണ് ഉള്ളതെന്നും അത് അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്നും CBCI ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. സമൂഹ പുരോഗതി ലക്കാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനയുടെ രജിസ്ട്രേഷൻ മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ വെച്ചൊഴിയുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന സാഹചര്യം സംജാതമാകുമ്പോൾ അതിലെ വിദേശ സംഭാവനകൾ വാങ്ങി ഉണ്ടാക്കിയിട്ടുള്ള ആസ്തികൾ കൈകാര്യം ചെയ്യുവാനുള്ള നിയമം എന്ന നിലയിലാണ് ബില്ലിന്റെ ആവിർഭാവം. എന്നാൽ സംഘടനയെ പൂർണ്ണമായും സർക്കാരിന്റെ വരുതിക്ക് കൊണ്ടുവരത്തക്ക വിധത്തിൽ ഒരു ഉദ്യോഗസ്ഥരോ ആയ ഒരു ലൈസൻസിംഗ് അതോറിറ്റിക്ക് മേൽനോട്ടം കൈമാറുകയാണ് ആദ്യഘട്ടം. ഒരു സംഘടനയുടെ ലൈസൻസ് തീരുകയും സമയബന്ധിതമായി അത് പുതുക്കുവാൻ കഴിയാതെയും അല്ലെങ്കിൽ സർക്കാർ മുൻകൈയെടുത്ത് അത് റദ്ദാക്കുകയോ വെച്ചൊഴിയുകയോ ചെയ്താൽ സംഘടനയുടെ നടത്തിപ്പ് സർക്കാർ നിശ്ചയിച്ചിട്ടിരിക്കുന്ന ലൈസൻസിംഗ് അതോറിറ്റിക്ക് കീഴിലാകും. അത് താൽക്കാലികമാണെന്ന് പറയുന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ പുതുക്കി ലഭിക്കുന്നില്ലെങ്കിൽ സംഘടനയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പണ്ടാരവകയിലേക്ക് ചെന്ന് ചേരുമെന്ന് ചുരുക്കം. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ കേന്ദ്ര ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് FCRA അനുമതി പുതുക്കിയില്ലെങ്കിൽ ആസ്തികൾ സ്ഥിരമായി അതോറിറ്റിയിൽ നിക്ഷിപ്തമാകും. ക്രൈസ്തവ സഭകളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന തരത്തിലാണ് ബില്ലിന്റെ വ്യവസ്ഥകളെന്ന സംശയം ഉയരുമ്പോൾ ആയതിനെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയിയുടെ വാക്കുകൾ. വിദേശ ധനസഹായം ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നവരെയും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. ഇഷ്ടമുള്ള മതത്തിൽ ഇന്ത്യൻ പൗരന് വിശ്വസിക്കാമെന്നും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാമെന്നുമുള്ള ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾക്കെതിരെയുള്ള ഹർജികളിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. മതം നോക്കി വേട്ടയാടുവാൻ കളമൊരുക്കുന്ന തരത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമത്തിന്റെ വകഭേദം തന്നെയാണ് FCRA ബില്ലിലുമുള്ളതെന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ സൂചന നൽകുമ്പോൾ നിയമ ഭേദഗതിക്കെതിരെ ഇപ്പോൾ ക്രൈസ്തവ സഭയും സംഘടനകളും ശക്തമായ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു സംഘടനയുടെ വിദേശ ഫണ്ടുകളുടെയും ആ ഫണ്ടുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഭൗതിക ആസ്തികളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുവാൻ അധികാരമുള്ളതാണ് ഭേദഗതി ബില്ലിൽ വിഭാവനം ചെയ്യുന്ന കേന്ദ്ര അതോറിറ്റി. ഒരു NGOയുടെ FCRA ലൈസൻസ് താൽക്കാലികമായി നിർത്തിവെക്കുകയോ റദ്ദാക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്താൽ സർക്കാരിന് അതിൻ്റെ സ്വത്തുകൾ പിടിച്ചെടുക്കുവാനും അവ വിൽക്കുവാനും ഈ ഭേദഗതിയിലൂടെ കഴിയും. ഒരു സംഘടന ലൈസൻസ് പുതുക്കലിനായി അപേക്ഷിക്കുന്നതിൽ വീഴ്ച വന്നാലോ അപേക്ഷ നിരസിക്കപ്പെട്ടാലോ അതിൻ്റെ FCRA രജിസ്ട്രേഷൻ സ്വയമേവ അവസാനിക്കും. ഏതെങ്കിലും വിദേശ ഫണ്ടുകളോ ബന്ധിത ആസ്തികളോ ഉപയോഗിക്കുവാനുള്ള അവകാശം ഉടനടി നഷ്ടപ്പെടും. കൂടാതെ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും സർക്കാർ കർശനമായി നിയമപരിധികൾ നിർദ്ദേശിക്കും. സംഘടനകൾ വിദേശ ഫണ്ടുകൾ കാലങ്ങളോളം കൈവശം വെക്കുകയും സ്വരുക്കൂട്ടുന്നതും തടയുന്നതിനാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ ഫണ്ട് വിനിമയ വിഷയത്തിൽ എക്കാലത്തും സർക്കാരുകൾ ഗൗരവമായ സമീപനം തന്നെയാണ് കാട്ടിയിട്ടുള്ളത്. ആയതിലെ ശരികളും തെറ്റുകളും മുൻപ് പലവട്ടം വിശകലനം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായി പിടിമുറക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. 2012 മുതലുള്ള 13 വർഷത്തിനുള്ളിൽ 20,700-ലധികം FCRA രജിസ്ട്രേഷൻ റദ്ദാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിൽ 16,000-ലധികം റദ്ദാക്കലുകൾ നടന്നത് 2015-നും 2024-നും ഇടയിലാണ്. ഏതായാലും ഈ ബില്ലിലെ ചില വ്യവസ്ഥകൾ സംശയമുനയിലാണ്.